Hi students, today I am going to discuss some inverse trigonometry functions property related problem. So listen carefully. Hi students, this is our first question. In this question we need to prove that 3 sin inverse x equal to sin inverse of 3x minus 4x cube. Okay, so let's start our solution of this question. So first put theta equal to sin inverse x. From here we can write it as sin theta equal to x. Okay. അപ്പോൾ സൈൻ ഇൻവേഴ്സിനെ LHSലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ തീറ്റ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് RHSൽ നിന്നാണ്. RHS. അപ്പോൾ എന്താ നമ്മുടെ RHS? സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഈ എക്സിലുള്ളടത്തൊക്കെ എന്തിട്ട് കൊടുക്കാൻ പോവാണ്? സൈൻ തീറ്റ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ആഫ്റ്റർ റീപ്ലേസിങ് എക്സ് ബൈ സൈൻ തീറ്റ വി ഗെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ. റൈറ്റ്. നെക്സ്റ്റ് ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 3 തീറ്റയാണല്ലേ. സൈൻ 3 തീറ്റ ഈക്വൽ ടു നമ്മൾ +1 ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ്. സൈൻ തീറ്റ ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ കോസ് 3 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരാ? ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറും അല്ലേ. അതായത് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റയ്ക്ക് പകരം ഇനി നമ്മൾ എന്തിട്ട് കൊടുക്കാൻ പോവാണ്? സൈൻ 3 തീറ്റ എന്നാണ് ഈ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സും സൈനും വന്നു കഴിഞ്ഞാൽ എന്താ, അത് കട്ട് ചെയ്ത് പോവില്ലേ? ബാക്കി എന്തേ വരുള്ളൂ? 3 തീറ്റ. ഇനി ഈ തീറ്റയ്ക്ക് നമുക്ക് നമ്മളുടെ ഒറിജിനൽ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്താ തീറ്റ എന്ന് പറഞ്ഞാൽ? സൈൻ ഇൻവേഴ്സ് എക്സ്. സോ 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, അതല്ല നമ്മുടെ LHS. അപ്പോൾ RHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് LHSലേക്ക് അവസാനിച്ചു. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, next we move to second question. In this question we need to prove that tan inverse 2 by 11 plus tan inverse 7 by 24 is equal to tan inverse 1 by 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, നമ്മൾ നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടീസിൽ ഒരു 6 സെറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലത്തെ ഒന്ന് ഇതുപോലെ ഇരിക്കണേ. എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. മൈനസ് ആണ് കേട്ടോ, താഴെ തെറ്റിക്കരുതേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം എന്താ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്തിന് ഈക്വൽ ആയിട്ട് വരും? 2 by 11 ഈക്വൽ ആയിട്ട് വരും. ആൻഡ് വൈ 7 by 24 ഈക്വൽ ആയിട്ട് വരും. നമുക്കിനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ റിസൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 by 2 ആണോ കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് LHSൽ നിന്നാണ് കേട്ടോ. LHSൽ സ്റ്റാർട്ട് ചെയ്യാണ്. ടാൻ ഇൻവേഴ്സ് 2 by 11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7 by 24 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 2 by 11 അല്ലേ, 2 by 11 പ്ലസ് വൈ 7 by 24 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 by 11 ഇൻറ്റു എക്സ് വൈ ആണ് കേട്ടോ. എക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ 1 മൈനസ് 2 by 11 ഇൻറ്റു 7 by 24.
ഇനി അപ്പോൾ നമുക്കത് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ എടുക്കുക. ടാൻ ഇൻവേഴ്സ് അതേപോലെ തന്നെ എഴുതി ന്യൂമറേറ്റർ നോക്കുകയാണ്, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരാം, 24 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 48 പ്ലസ് 11 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 77 ഹോൾ ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 24 അത് അങ്ങനെ തന്നെ ഇടാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 11 ഇൻറ്റു 24 അല്ലേ. അപ്പോൾ 11 ഇൻറ്റു 24 മൈനസ് ഈ 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14 അല്ലേ, 14 ഹോൾ ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 24 ആൻഡ് ഈസ് 2 11 into 24 will cancel each other. നമുക്ക് എന്ത് കിട്ടും, tan inverse of 48 plus 77 എന്ന് പറഞ്ഞാൽ 125 whole divided by 11 into 24 എന്ന് പറഞ്ഞാൽ 264 ആണ്. 264 minus 14 which is equal to tan inverse of 125 divided by 250. ഈ 125ഉം 250 നമ്മുടെ റിലേഷൻ എന്താ, അത് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് 1/2 അല്ലേ കിട്ടാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2. അതല്ലേ നമ്മളുടെ RHS. അപ്പോൾ LHS നിന്ന് സ്റ്റാർട്ട് ചെയ്ത് RHSൽ എത്തി. ഹെൻസ് പ്രൂവ്ഡ്. I hope you understood. അടുത്ത ക്വസ്റ്റ്യൻ, we need to prove that 2 tan inverse of 1/2 plus tan inverse of 1/7 equal to tan inverse 31 divided by 17. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ, ഇവിടെ 2 tan inverse 1/2 എന്നൊരു ടേം കണ്ടു അല്ലേ. അപ്പോൾ 2 എന്നുള്ള ടേം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടീസിലെ ഏത് ഫോമുല യൂസ് ചെയ്താൽ മതി, ഈ ഫോമുല യൂസ് ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു 2 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 2 ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് 3 ഫോർമുലയാണ് ഉള്ളത് ആണല്ലോ. അപ്പം ഇതിൽ നമുക്കിനി ഏത് ഫോർമുലയാണ് കറക്റ്റായി ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കണം. കാരണം എന്താ, ഇവിടെ പ്ലസ് കഴിഞ്ഞിട്ട് ഒരു ടാൻ ഇൻവേഴ്സിന്റെ ടേം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ടാൻ ഇൻവേഴ്സിന്റെ ഫോമിലുള്ള നമ്മുടെ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ടാൻ ഇൻവേഴ്സിന്റെ ഇൻ ടേംസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ടാൻ ഇൻവേഴ്സും പിന്നെ വേറൊരു ടാൻ ഇൻവേഴ്സും പ്ലസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള രൂപത്തിൽ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ഫോർമുലയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ 2 ടാൻ ഇൻവേഴ്സ് 1/2 ഏത് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണം, നമ്മുടെ ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആക്കി മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 2 ടാൻ ഇൻവേഴ്സ് x ഈക്വൽ ടു tan inverse of 2x divided by 1 minus x square ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 tan inverse of നമ്മുടെ ഇവിടെ 1/2 ആണല്ലേ തന്നിട്ടുള്ളത്. 2 tan inverse of 1/2 is equal to tan inverse of 2 into 1/2 divided by 1 minus 1/2 whole square which is equal to ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ 2 നമ്മുടെ ന്യൂമറേറ്റർ നോക്കുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോകും അല്ലേ, പോയി. പിന്നെന്താ, അപ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ 1 കിട്ടും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് 1/4 എന്നാണ് കിട്ടുക. 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 3/4 ആണ് കിട്ടുക അല്ലേ. അതിന്റെ റെസിപ്രോക്കൽ അല്ല അതിന്റെ മീനിങ്, 1 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് 1/2 നമുക്ക് ടാൻ ഇൻവേഴ്സ് 4/3 കിട്ടി. ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ 2 ടാൻ ഇൻവേഴ്സ് 1/2 പകരം നമ്മളിനി ടാൻ ഇൻവേഴ്സ് 4/3 റീപ്ലേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കാം, 2 ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ 2 ടാൻ ഇൻവേഴ്സ് 1/2 ആണ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്, ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്തു. ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ്
ടാൻ ഇൻവേഴ്സ് 1/7. ഇനി നമ്മുടെ ഫോർമുല എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇതാ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ എന്താ വരാ? ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. എക്സിന് പകരം 4/3യും വൈക്ക് പകരം നമ്മൾ 1/7 ഇട്ട് കൊടുക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/3 ഇൻറ്റു 1/7 എന്ന് കിട്ടും. ആ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മുടെ ന്യൂമറേറ്റർ എന്താ വരാൻ നോക്കി നോക്കിയേ. ടാൻ ഇൻവേഴ്സ് ഇവിടെ 28 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറേറ്ററിൽ. അപ്പോൾ 28 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 21 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 21 minus 4 divided by 21, and these two 21 will cancel each other and we get tan inverse of 28 plus 3 എന്ന് പറഞ്ഞാൽ 31 ആണ്. 21 minus 4 എന്ന് പറഞ്ഞാൽ 17 ആണ്. ഇത് നമ്മളുടെ RHS അല്ലേ? RHS ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് LHS എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. RHS നമുക്ക് ടാൻ ഇൻവേഴ്സ് 31/17 നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. Next question is, find the values of each of the expression. First one is sin inverse of sin 2π/3 and second question is tan inverse of tan 3π/4. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തോന്നും അല്ലേ? എന്താണ്? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ്. ഈ രണ്ട് സൈനും സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്നല്ലേ കിട്ടാം. അതുപോലെ തന്നെ ഇവിടെ നോക്കി നോക്കിയേ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? എക്സ് ആണല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നോക്കാം, നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തൊന്ന് വെക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2π/3 ആണല്ലേ. ഈ 2π/3 എന്ന് പറഞ്ഞാൽ എത്രയാ? π/3 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 2 ഇൻറ്റു π/3 എന്ന് പറഞ്ഞാൽ 120 ആണ്. നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്താ? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2, π/2 ആണല്ലേ. ആണല്ലോ. അപ്പം അതിൻ്റെ മീനിങ് എന്താ? -90ക്കും +90ക്കും ഇടയിലുള്ളത് മാത്രമേ എന്ത് വരുള്ളൂ? നമ്മളുടെ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ 2π/3 എന്ന് പറഞ്ഞാൽ എന്താ വരാ? 2π/3 120 ആണല്ലേ. ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് പുറത്തല്ലേ. അപ്പോൾ ഇത് ആൻസർ കറക്റ്റ് ആവോ? ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തും കൂടി നോക്കണം. നമ്മളത് കട്ട് ചെയ്ത് എഴുന്നേറ്റ് മുമ്പ് ആ തന്നിട്ടുള്ള ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എന്ത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും എന്താ? സെയിം ആണ്. കാരണം പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരെ പോസിറ്റീവ് ഉള്ളൂ? സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും എന്താ? സെയിം ആണ്. അപ്പോൾ ഞാൻ ഈ സൈൻ 2π/3 എന്ത് ചെയ്യാൻ പോവാണ്? സൈൻ തീറ്റ ഫോം ആണല്ലേ. ഈ സൈൻ തീറ്റേനെ ഞാൻ സൈൻ പൈ മൈനസ് തീറ്റ എന്ന് എഴുതാൻ പോവാം. അപ്പോൾ നോക്കാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ മൈനസ് ഈ തീറ്റയ്ക്ക് പകരമാണ് എന്ത് കിടക്കണേ? 2π/3 കിടക്കണേ കേട്ടാ. 2π/3 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നോക്കാം എന്താ കിട്ടാന്ന്. അപ്പോൾ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സിനെ കളയാൻ പറ്റില്ല, അത് അതേപോലെ തന്നെ എഴുതും. പിന്നെ സൈൻ ഓഫ് ഈ പൈ മൈനസ് 2π/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3π മൈനസ് 2π/3. ദാറ്റ് മീൻസ് അത് π/3 എന്നല്ല കിട്ടാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. ഈ സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/3 എന്ന് പറഞ്ഞാൽ 60 ആണല്ലേ. ഈ 60 ഈ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണോ? നോക്കുമ്പോൾ അതേല്ലേ. നമ്മളെ -90ക്കും 90ക്കും ഇടയിലാണ് എന്ത്? 60 കിടക്കണേ.
അപ്പോൾ നമുക്കിനി എന്ത് പറയാം? ഫൈൻഡ് ദ വാല്യൂസാ. ഞാൻ പറഞ്ഞു ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് അണ്ടർസ്റ്റുഡ് ആണ്? പ്രിൻസിപ്പൽ വാല്യൂ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അവരത് എന്താന്ന് പറയില്ല, അത് പ്രിൻസിപ്പൽ വാല്യൂ ആണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? π/3 ഈക്വൽ ആണ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആ കൂടി എന്താ ചെക്ക് ചെയ്യണ്ടോ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തിട്ട് ആ ആൻസർ എഴുതാം, π/3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3π/4 എന്നാണ് കിട്ടുക അല്ലേ. π/4 45 ആണ്. സോ 3 × 45 എന്ന് പറഞ്ഞാൽ 135 ആണ്. അപ്പോൾ നമുക്കൊരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എഴുതി നോക്കിയാലോ. എന്താ അത്? നമ്മളുടെ സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയാൽ കിട്ടുന്ന ആൻസർ ആണല്ലേ. അതായത് ഓപ്പൺ ഇന്റർവൽ -π/2 to +π/2 ആണ് എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 135 ആ. ഇവിടെ ആകെ കൂടി -90 +90 ഉള്ളൂ. അപ്പോൾ ഇതിന് പുറത്താണ് എന്ത്? 135 കിടക്കണേ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. നോക്കാം. നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4 ആണല്ലേ കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ ഈ 3π/4നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. നോക്കാം, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം കേട്ടോ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4നെ എനിക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് താഴെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π-π/4 എന്ന് എഴുതാൻ പറ്റുമോ നോക്കി നോക്കിയേ. ക്രോസ് മൾട്ടിപ്ലൈ 4π - π 3π / 4 അല്ലേ. അപ്പൊ ഈ 3π/4നെ നമുക്ക് π - π/4 എന്ന് എഴുതാം. π - π/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടാം? 3π/4 ആ കിട്ടാം അല്ലേ. ആണല്ലോ അല്ലേ. ഇനി നമ്മളുടെ ആ 4 ക്വാഡ്രന്റിന്റെ കേസിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. π - θ എന്ന് പറഞ്ഞ ഇതല്ലേ പൈ നമ്മളുടെ. π - θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ എടുക്കുക? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ് ഉള്ളൂ? നമ്മളുടെ സൈനും കൊസീക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് എന്താ? ഇവിടെ ഉള്ളത് എന്താണ്? ടാൻ ആണല്ലേ. അപ്പോൾ ടാൻ π - θ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ടാൻ π - θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഉള്ള കാരണം ടാൻ തന്നെയാ. അതിന് വ്യത്യാസമല്ലേ. സൈൻ തന്നെയായിരിക്കും, കോസ് തന്നെയായിരിക്കും. അപ്പൊ ടാൻ തന്നെയാ, ടാൻ തീറ്റ തന്നെ കിട്ടുള്ളൂ. ഇനി അതിന്റെ ചിഹ്നം നോക്കണ്ടേ? π - θ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ ടാനിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഈ ടാൻ π - θയ്ക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? ടാൻ π - θയ്ക്ക് പകരം -tan θ എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ തീറ്റയാണ് π/4. അപ്പൊ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടാ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ത് വരും? -tan θ എന്നാ. അപ്പൊ ഈ മൈനസ് അതേപോലെ ഇവിടെ ഇട്ടു. -tan θയ്ക്ക് പകരം ഇവിടെ എന്താ കിടക്കണേ? π/4 അല്ലേ. ആണ്. ഇനി നമുക്കറിയാം ടാൻ - θ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ - θ എന്ന് പറഞ്ഞാല് -tan θ എന്നായിരുന്നു അല്ലേ. അപ്പൊ ഈ -tan θനെ എനിക്ക് എന്ത് എഴുതാം? ടാൻ ഓഫ് -θ എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ ഈ മൈനസിനെ ഞാൻ ഈ ആംഗിളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് കേട്ടാ. അപ്പൊ ഈ ഒരു റിസൾട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടും? അപ്പോൾ ഈ നെഗറ്റീവിനെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ -π/4 എന്ന് കിട്ടിയില്ലേ. ഇനി ഈ ടാൻ ഇൻവേഴ്സും ടാനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലാണെന്ന് നോക്കിയേ. -45 എന്നാണ് കിട്ടല്ലേ. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? -90ക്കും +90ക്കും ഇടയിലാണ്. അപ്പൊ ഈ -45 ഇതിന്റെ ഉള്ളിലാന്ന് കിട്ടിയില്ലേ. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ? ധൈര്യമായിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്ത് കിട്ടും? -π/4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മളുടെ സൈൻ ചെയ്ത പോലെയല്ല നമ്മളുടെ ടാൻ ചെയ്യുന്നത് അല്ലെ.
അതായത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഈ 3π/4 നമ്മളിവിടെ സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. 3π/4 നമ്മൾ π-π/4 എന്ന് എഴുതാം. പിന്നെ നമുക്കറിയാം tan π - θ എന്ന് പറഞ്ഞാൽ -tan θ ആണ്. സോ നമ്മൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിൽ? ഈ tan π - θനെ -tan θ എന്ന് മാറ്റും. അതായത് -tan π/4 എന്ന് മാറ്റും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ നമുക്ക് -tan θ എന്ന് പറഞ്ഞാൽ tan ഓഫ് -θ ആണല്ലോ. അപ്പോൾ ഇതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യും tan ഇൻവേഴ്സ് ഓഫ് tan -π/4, അതായത് tan ഓഫ് tan -θ, tan ഇൻവേഴ്സ് ഓഫ് tan -θ. ഓക്കെ, അപ്പോൾ ഇനി tan ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലാണോ നോക്കും. ആണെങ്കിൽ അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് ഈ കോസ് ഇൻവേഴ്സ് ഓഫ് ഈ കോസ് 7π/6നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 2π - 5π/6 ഒന്ന് ചെയ്ത് നോക്കിയേ. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 2 12π വരും അല്ലെ. 12π - 5π എന്ന് പറഞ്ഞാൽ 7π അല്ലേ, ഡിവൈഡ് ബൈ 6. അപ്പൊ 7π/6 എന്ന് പറഞ്ഞാലും 2π - 5π/6 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? സെയിം ആണ്. ഓക്കെ, ഇനി നോക്കേണ്ട അടുത്ത കാര്യം എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ്. അത് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0,π ആണ്. അതായത് 0ക്കും 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം നമ്മളുടെ ആംഗിൾ എപ്പോഴും വരേണ്ടത്. അപ്പൊ ഈ 7π/6 എന്ന് പറഞ്ഞാൽ എത്രയാ? π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പൊ 7π/6 എന്ന് പറഞ്ഞാൽ 210 ആണ് അല്ലേ. ഓക്കെ, അപ്പൊ 210 നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്താണ്. അപ്പൊ ഈ 7π/6 അല്ല ആൻസർ. ഈ കോസ് ഇൻവേഴ്സും കോസും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കപ്പോൾ എന്തിലേക്ക് മാറ്റണം? നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ 7π/6നെ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ 4 ക്വാഡ്രന്റ് 0, 90, 180, 270. ഓക്കെ, 270. ഇവിടെ 360 എന്ന് പറഞ്ഞാൽ 2π അല്ലേ. പിന്നെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഈ 360 + 90 എത്രയാ? 360 + 90 450. അതങ്ങനെ കൂടി ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കും ഈ ആംഗിള്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 360നെയാണ് നമ്മൾ 2π എന്ന് വിളിക്കുക അല്ലെ, ആണല്ലോ. അപ്പൊ ഈ 2π + θ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരാ. 2π - θ എന്ന് പറഞ്ഞാലോ അത് ഈ 4th ക്വാഡ്രന്റിലാണ് വരാം. ഇതാണ് നമ്മളുടെ 2π. 0യും 2π ഒക്കെ ഇവിടെ തന്നെയാണ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മളുടെ കോസ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് കോസ് 2π - θയാ. cos 2π - θ. അപ്പോൾ 2π പൈന്റെ മൾട്ടിപ്പിൾ വരാണെങ്കിൽ ഈ കോസ് തന്നെയാ വരാം, ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ നമുക്കത് കോസ് θ എന്ന് എഴുതാം അല്ലേ, എഴുതാം. ഇനി നമുക്ക് സൈൻ നോക്കണം. അപ്പോൾ സൈൻ നോക്കുമ്പോൾ 2π - θ എന്ന് പറഞ്ഞാൽ 4th ക്വാഡ്രന്റ് ആണ്. 4th ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും അല്ലേ. അപ്പൊ അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മളുടെ സൈൻ തന്നെയാണ് പോസിറ്റീവാ കിട്ടുക. അപ്പൊ കോസ് 2π - θ എന്ന് പറഞ്ഞാലും ഇനി കോസ് 2π + θ നോക്കിയാലോ. 2π + θ എന്ന് പറഞ്ഞാലും എന്താ? ഈ 2π പൈന്റെ മൾട്ടിപ്പിൾ ആണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കോസിന് വ്യത്യാസമൊന്നും വരില്ല. പിന്നെ 2π + θ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാവരും പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. അപ്പൊ കോസ് 2π + θ എന്ന് പറഞ്ഞാലും കോസ് 2π - θ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കോസ് θ തന്നെയാണ്, വ്യത്യാസം വരില്ല. അപ്പൊ ഇനി നമുക്ക് ഈ കോസ് 2π - 5π - 6നെ ഇനി എന്തായി ചേഞ്ച് ചെയ്യാം? കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്നല്ലേ. 2π - θ, ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 5/6 നമുക്ക് 5π/6 എഴുതാം.
ഓക്കെ. ഇനി ആ കോസ് ഇൻവേഴ്സും കോസും കട്ട് ചെയ്യണമെങ്കിൽ ഈ 5/6 നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണോ നോക്കണം. അപ്പോൾ ഉള്ളിലാണോ നോക്കുമ്പോൾ 5/6 30 ആണ്. 5 × 30 150. അത് 0നും നമ്മുടെ 180ക്ക് ഇടയിലാണല്ലേ. അപ്പോൾ അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സിന് ഉള്ളിലാണെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് പറയും, ധൈര്യമായിട്ട് കോസ് ഇൻവേഴ്സിനും കോസിനും ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും, 5π/6 എന്ന് എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്ത് എടുക്കുന്നുണ്ട്, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ എന്തിട്ട് കൊടുക്കണം, y എന്ന് ഇട്ട് കൊടുക്കണം. സൈൻ ഇൻവേഴ്സിനെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് വരും, സൈൻ y വരും. സൈൻ y ഈക്വൽ ടു -1/2. അപ്പോൾ 1/2 മൈനസിന് അതേപോലെ തന്നെ അവിടെ ഇട്ടു. 1/2 എന്നുള്ളത് സൈൻ ഏത് ആംഗിളാ, സൈൻ 30 ആണല്ലേ. സോ സൈൻ π/6 എന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കറിയാം എന്ത്, സൈൻ ഓഫ് -θ ഈക്വൽ ടു -sin θ. അപ്പോൾ ഈ -sin π/6നെ നമുക്ക് സൈൻ ഓഫ് ഈ മൈനസ് ആംഗിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയാലും എന്ത് തന്നെയാണ്, ആൻസർ സെയിം തന്നെയാണ് ആണല്ലോ. ഇനി നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്ലോസ്ഡ് ഇൻ്റർവൽ -90 to +90 ആണ് അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലാണോ നോക്കണമല്ലോ. അപ്പോൾ -π/6 ഈസ് എൻ എലമെൻറ്റ് ഓഫ് -90 to +90. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -30 ആണെന്ന് കിട്ടി, അതായത് -π/6. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് കൊടുത്താലോ, കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ ഓഫ് π/3 മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലേക്ക് സൈൻ π/3 മൈനസ് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 നമുക്കിപ്പോൾ -π/6 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് -π/6 വരും കേട്ടോ. അപ്പോൾ ഈ മൈനസും മൈനസും എന്താവും, പ്ലസ് ആവില്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, π/3 പ്ലസ് π/6. ഇനി ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം അല്ലേ, എഴുതാലോ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ π/3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം, ഡിവൈഡ് ചെയ്യും വേണം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 2π/6 എന്ന് കിട്ടും. അടുത്ത് ഇവിടെ π/6 എന്ന് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ ന്യൂമറേറ്റർ നമുക്കിനി ആഡ് ചെയ്യാലോ. എന്ത് കിട്ടും, 2π + π 3π ആണ്. 3π/6. ഈ 3ഉം 6ഉം ഇവിടെ 2 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, സൈൻ π/2. സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ, ആൻസർ 1 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ച ഒരു റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π മൈനസ് കോട്ട് ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു കോട്ട് ഇൻവേഴ്സ് -√3 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, π മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് എഴുതിക്കൂടെ, എഴുതാലോ, എഴുതാം. ഓക്കെ. അപ്പം ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3, ഈ കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3നെയാണ് ഇനി π മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 എഴുതണേ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിനെ കളയരുത്. π മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നോക്കാം, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ എന്താ, ടാനിന് ഏത് ആംഗിളിന് √3 കിട്ടാം, ടാൻ 60 അല്ലേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ π/30
3 ആണ്, പൈ ബൈ 6. ഓക്കെ, അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോട്ടിന് √3 കിട്ടണമെങ്കിൽ കോട്ടിന് √3 എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഏത് ആംഗിളിനായിരിക്കണം കിട്ടണ്ടേ? കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണല്ലോ. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എന്താ? പൈ ബൈ 6 ആണ്, അതായത് 30 ഡിഗ്രിയാണ്. കോട്ട് ഇൻവേഴ്സ് √3 പൈ ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിനുള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3ക്ക് വരെ നമ്മൾ പൈ ബൈ 3 എന്ന് ഇട്ട് കൊടുത്തു, മൈനസ് ഒരു പൈ ഉണ്ട്, ഈ പൈയും കൂടി പ്ലസ്, സോറി ഈ മൈനസും കൂടി പ്ലസ് ആവും. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 6. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഞാൻ എടുത്ത് എഴുതാം, പൈ ബൈ 6. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെ ആഡ് ചെയ്ത് എഴുതാം അല്ലേ? എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇവിടെ 6 ആണ്, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മൈനസ് പൈനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 6 വരണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈനോടൊപ്പം തന്നെ ഡിവൈഡും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്റർ 6 എന്ന് കിട്ടി. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതിയ പോലെ. എന്താ ന്യൂമറേറ്റർ? ആദ്യത്തെ 2 പൈ, രണ്ടാമത്തെ 6 പൈ, മൂന്നാമത്തെ പൈ. ഓക്കെ, അപ്പോൾ 3 പൈ മൈനസ് 6 പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 3 പൈ ഡിവൈഡഡ് ബൈ 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? മൈനസ് പൈ ബൈ 2. ഓക്കെ.